25 വയസ്സിൽ താഴെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, എനിക്ക് അവരോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഈ ജനറേഷനെ മൊത്തത്തിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളുകളാണ്, പൊതുസമൂഹത്തിനൊന്നും കൊള്ളാത്ത രൂപത്തിൽ അടച്ചാക്ഷേപിച്ച് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും. അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കണേ. കാരണം അത്ര ആളുകൾക്ക് ചൂണ്ടിക്കാണിച്ചെടുക്കാൻ പറ്റുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ജെൻസി വിപ്ലവം വഴി അങ്ങ് നേപ്പാളിലെ ഒരു സർക്കാരിനെ അട്ടിമറിക്കണ്ടായിട്ടോ, അതേപോലത്തെ ഒരു വിപ്ലവത്തിന് തുടക്കമിടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഇങ്ങ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ ഇവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്ന സ്ഥാനാർത്ഥിയുടെ വയസ്സെന്ന് പറയുന്നത് ഒരു 23 വയസ്സായിട്ടോ. ഇതാണ് മൂസിന് എൻ്റെ ഒരു കൂട്ടുകാരൻ മുനീറിന്റെ അനിയൻ കൂടിയാണ്. നമുക്ക് മൂസിനോട് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചു തരാം. മൂസിയെ, ഈ എൻ്റെ കരിയറിൽ ഒരു പീക്ക് ടൈമിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ സമയത്ത് എനിക്ക് ഒരു പൊതുബോധം എങ്ങനെ ഉണ്ടായി വന്നത്? സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വായനശാലയിൽ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുണ്ടായി. വാട്ട് നെക്സ്റ്റ് എന്നുള്ള പേരിലായിരുന്നു ആ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. പ്രൊഫസർ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സംസാരമാണ് സത്യം പറഞ്ഞതിൽ എനിക്ക് ജീവിതത്തിൽ മൊത്തം ഒരു മോട്ടിവേഷൻ ആയത്. ഞാൻ നാട്ടിലും കോളേജിലും അതുപോലെ പാലിയേറ്റീവ് രംഗത്തൊക്കെ പ്രവർത്തിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഈ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു നാട്ടിൽ ഈ പാർലമെൻ്ററി സംവിധാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ജനങ്ങളിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലണം, അവരുടെ പ്രശ്നങ്ങൾ കൂടുതലായി മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പാർലമെൻ്ററി സംവിധാനം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയത്. എനിക്ക് ലഭിച്ച ഈ അവസരം നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി പരമാവധി ഞാൻ ഉപയോഗപ്പെടുത്തും. ഈ ജെൻസികൾക്ക് ഒരു സാമൂഹിക ഉത്തരവാദിത്തം ഇല്ല എന്നൊരു പൊതുവെ കാഴ്ചപ്പാടല്ലോ, അത് തീർത്തും തെറ്റായൊരു ധാരണയാണ്. കാരണം ഞങ്ങൾ അരാഷ്ട്രീയവാദികളല്ല. ഞങ്ങൾക്ക് കൃത്യമായ സെക്കുലർ കാഴ്ചപ്പാടുകളും സാമൂഹിക ബോധമുള്ള ആളുകളാണ്. മാത്രമല്ല വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ പരമ്പരാഗത ശൈലിയെ മാറ്റിപ്പിടിച്ച് പുതിയ ആശയസമ്പന്നമായ കാര്യങ്ങൾ ചെയ്യാൻ കൂടെ ഞങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ്. മൂസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് ദാരുണജാതൻ ഡിഗ്രി പഠനം കംപ്ലീറ്റ് ചെയ്ത് B.Ed ചെന്നൈയിൽ വെച്ചിട്ടില്ല. ചെന്നൈയിൽ വെച്ച് അതും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ കാലിക്കറ്റ് കൗൺസിലർ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മൂസിനെ ഹാഫിളും കൂടിയാണ്. ഇത്രത്തോളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആളുകളാണ് ഇനി നമ്മുടെ കേരളത്തിൽ ആവശ്യം. ഇതുപോലത്തെ ഒരു മൂസിന്മാർ ഇനി ഉണ്ടായി വരട്ടെ. ഇതുപോലെ പോസിറ്റീവായ വീഡിയോ വീണ്ടും നിങ്ങളിലേക്ക് എത്താൻ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.